Yes, welcome to the Fast Track series. അപ്പോൾ നമ്മൾ എല്ലാവരും SSC MTS പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് സഞ്ചരിക്കുന്നവരാണ്. ആ യാത്ര എളുപ്പകരമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിലൂടെ ഓരോരോ ക്ലാസ്സസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. അപ്പം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഈ സീരീസിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ ക്ലാസ്സസ് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൈ ഡിയർ വൺസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലുടനീളം എറർ സ്പോട്ടിംഗ് ചോദ്യങ്ങളെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും വേണ്ടി പോകുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൈൻഡ് ഓഫ് ചോദ്യങ്ങളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഈ കോളം പൂരിപ്പിക്കുക ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തിരുന്നു അല്ലെ. അതിന്റെ മറ്റൊരു വേർഷനാണ് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റൻസ് തരും, അതിന്റെ ഒരു ഭാഗം ബ്ലാങ്ക് ആയിരിക്കും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. കോണ്ടെക്ച്വലി, ഗ്രമാറ്റിക്കലി, ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ റോഡിന് കുഴി നികത്തുന്ന കണ്ടിട്ടുണ്ടോ? ഒത്തിരി എവിടെ മേലേക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല, തീരെ താഴെയാകാനും പറ്റില്ല അല്ലെ. ഒരു ലെവലില് കൃത്യമായിരിക്കണം. അങ്ങനെ റോഡിന്റെ കുഴികൾ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒരു സെന്റൻസിലെ ബ്ലാങ്ക് കുഴികൾ അടയ്ക്കുമ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ 3 ഫാക്ടേഴ്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, നമുക്ക് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ, അതും SSC MTS പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നോക്കൂ, അവിടെ ബ്ലാങ്ക് നിങ്ങൾക്ക് കാണാം അല്ലേ. യെസ്, സ്പെൻഡിങ് ക്വാളിറ്റി ടൈം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇസ് ഓൾസോ ഡാഷ് ടു ഹാവ് എ ഹെൽത്തി ഡെയിലി റുട്ടീൻ. ദീസ് ഹാപ്പി മൊമെന്റ്സ്, ഇത്തരം ഹാപ്പി മൊമെന്റ്സ് എന്ത് റിലീസ് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുന്ന പറയുന്നത്. എന്താ സന്തോഷത്തിന് കാരണം? സ്പെൻഡിങ് ക്വാളിറ്റി ടൈം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് എന്തിന് കാരണമാവുന്ന പറയുന്നത്? ടു ഹാവ് എ ഹെൽത്തി ഡെയിലി റുട്ടീൻ ഉണ്ടാവാൻ കാരണമാവുന്നാണ് പറയുന്നത്. അപ്പം ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒബ്ലിഗേറ്ററി ആണോ, സ്കെപ്റ്റിക്കൽ ആണോ, അൺസീസണബിൾ ആണോ, ഡെറോഗേറ്ററി ആണോ? അതാണ് അവിടെ ചോദിച്ചത്. അവിടെ എന്ത് വെച്ചാലാണ് ഈ 2 ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആവുക? താഴെയുള്ള ഈ സെന്റൻസ് ഡെറോഗേറ്ററി. ഡെറോഗേറ്ററി ഒരിക്കലും അത് ഡെറോഗേറ്ററി അല്ല അല്ലെ. നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്യുന്നത് ഡെറോഗേറ്ററി ആണോ? എന്താ ഡെറോഗേറ്ററി എന്ന വാക്കിന്റെ അർത്ഥം നെഗറ്റീവ് മീനിങ് ആണ്. ദാറ്റ് മീൻസ് ഇൻസൾട്ടിങ് എന്നാണ്. ഇൻസൾട്ടിങ്, ഡിസ്റെസ്പെക്ടിങ് എന്നാണ് ഡെറോഗേറ്ററി. അൺസീസണബിൾ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ സീസൺ എന്നാണ്. ഇവിടെ ഒരു റെലവൻസും ഇല്ല. ഇത് രണ്ടുമല്ല. പിന്നെ ആരാണ്? സ്കെപ്റ്റിക്കൽ. സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൗട്ട്ഫുൾ എന്നാണ്. സംശയ രോഗികളെ നമുക്ക് എന്ത് വിളിക്കാം? സ്കെപ്റ്റിക്കൽ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് സ്കെപ്റ്റിക്കൽ അബൌട്ട് ഹർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവളുടെ ഭർത്താവിനെ പറ്റി സംശയമാണെന്നാണ് അതിന്റെ അർത്ഥം. ഷീ ഈസ് ഡൗട്ട്ഫുൾ അല്ലെ. യെസ്, സ്കെപ്റ്റിക്കൽ. അപ്പൊ അതൊരു സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യമല്ല, മറിച്ച് ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ള എന്നാണ് കേട്ടോ. നിർബന്ധമുള്ള. യെസ്, അപ്പൊ ഇവിടെ എന്ത് വരും? ഒബ്ലിഗേറ്ററി. അതായത് മാൻഡേറ്ററി എന്ന അർത്ഥമാണ്. മാൻഡേറ്ററി, മാൻഡറ്റോറി, മാൻഡറ്ററി. ഓക്കെ, യെസ്. അടുത്തത്, the business operates dash the same way as the other businesses did. അപ്പൊ മറ്റുള്ള ബിസിനസ്സുകൾ എങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കൂ, ഇവിടെയാണ് ബ്ലാങ്ക്. ഇവിടെയാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ ബ്ലാങ്കിന്റെ ഇപ്പുറത്ത് നോക്കുക. ആരാ? ദ സെയിം വേ ആസ് എന്നാണ്. അപ്പം ഈ ഒരു ഫ്രേസിനോട് ചേർന്ന് പോകുന്നതായിരിക്കണം ഇവിടെയുള്ള ബ്ലാങ്ക് അല്ല. അവിടെ വരുന്ന ആള് ഏതാളെ വെക്കാം? ഹാഡ് വെക്കാൻ പറ്റുമോ? ഹാഡ് ഒരിക്കലും വെക്കാൻ പറ്റില്ല. കാരണം ഹാഡ് എന്ന് പറഞ്ഞ ഒരു വെർബ് അല്ലേ. നമുക്കിവിടെ ഒരു വെർബിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഓൾറെഡി ഒരു വെർബ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓപ്പറേറ്റ്സ് ആണ് മെയിൻ വെർബ്. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ഓക്സിലറി വെർബോ അല്ലെങ്കിൽ മറ്റ് ക്രിയാരൂപങ്ങളോ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ആഡ്വർബ് ചേർക്കാം, പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഓക്കെ, യെസ്. വെരി പറ്റില്ല. വെരി ദ സെയിം എന്ന് പറയില്ല. ദ സെയിമിന് ശേഷം വെരി വരില്ല. സച്ചും വരില്ല. പിന്നെ ഏതേ വരുള്ളൂ? മച്ചാണ് ശരി ഉത്തരം. മച്ച്. അതായത് ഒന്നിനെ പോലെ തന്നെയാണ് മറ്റൊന്ന്. അതായത് സിമിലാരിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യുന്നത്? മച്ച്
ഈ ഒരു ഫ്രേസ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. മസ്റ്റ് ദ സെയിം വേ ആസ് എന്നാണ് സിമിലാരിറ്റി കാണിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പൊ ഇവിടെ സച്ച് ഉപയോഗിക്കാന്ന് വെച്ചാൽ ഇപ്പം സച്ചിന് ശേഷം എപ്പോഴും നൗൺ ആണ് വരേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് സച്ച് എ ജീനിയസ്. ഹി സച്ച് എ ജീനിയസ്. ഇവിടെ സച്ച് വന്നു, ശേഷം ജീനിയസ് എന്ന് പറഞ്ഞ നൗൺ വന്നു. ഇവിടെ നൗൺ അല്ലാത്തത് കൊണ്ടും എന്ത് വരില്ല, സച്ച് പറ്റില്ല. അപ്പം ഏതേ വരത്തുള്ളൂ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. ഹാഡ് വരില്ല, ക്രിയാരൂപമാണ്. രണ്ട് ക്രിയകൾ അങ്ങനെ ഒരുമിച്ച് വരില്ലല്ലോ. യെസ്. അപ്പോ ഇനി അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പം ഈ പരിമിതമായ സമയത്തിൽ പരമാവധി എഫിക്കസിയോടുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ് പ്ലസ് PYQ ഡിസ്കഷൻ, ഇതിന്റെ അകമ്പടിയോട് കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തിച്ച് SSC MTS ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി MTS ആസ്പിരൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഒരു ക്രാഷ് കോഴ്സ് ദിശ അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സസ് ഒന്നും തുടങ്ങിയിട്ടില്ല, അഡ്മിഷൻസ് ഒക്കെ ഓൺഗോയിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാൻ പറ്റും. എന്തൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്? ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ലഭിക്കും. അതായത് എൻറ്റയർ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പം നിങ്ങൾക്ക് എന്താണ്, ഫൗണ്ടേഷൻ ഇല്ല എങ്കിൽ പോലും, ചില മേഖലകളിൽ ക്ലാരിറ്റി ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ് കണ്ടു കഴിയുന്നതോടുകൂടി ആ ഒരു മേഖലകളിൽ ആംബിഗ്വിറ്റീസ് ഒക്കെ നീക്കപ്പെടും. യെസ്. മാത്രമല്ല PYQ ഡിസ്കഷൻ ഉണ്ട്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഓരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതിൽ നിന്ന് SSC MTSലെ മുൻവർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അത് വളരെ കൃത്യമായിട്ട് ഒരു ക്ലാസ് പോലെ തന്നെ എന്തുകൊണ്ട് അങ്ങനെ വന്നു, എന്തൊക്കെയാണ് അവിടെ സ്വീകരിക്കേണ്ട നടപടികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങളെ ഒരു ക്ലാസ് പോലെ തന്നെ പഠിപ്പിക്കും. അതാണ് നമ്മുടെ PYQ സീരീസ്. ഇപ്പൊ 2 കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, പ്ലസ് മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ എപ്പോഴും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാളും കൂടിയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേവലം 1500 രൂപയ്ക്ക് ഒരു ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ MTSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ദിശ അക്കാഡമി അവർക്ക് വേണ്ടി നൽകുന്നത്. അപ്പം കൂടുതൽ വിവരങ്ങൾ നൽകാൻ താഴെ ഈ നമ്പറിൽ വിളിക്കുക. ഓക്കെ, യെസ്, നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. മറ്റു കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ അക്കാഡമിയുടെ ഒഫീഷ്യൽ ആപ്പ് ആയിട്ടുള്ള ദിശ ലേണിംഗ് ആപ്പ് കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനകത്ത് ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമ്മൾ എന്തായാലും SSCക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ അതിനകത്ത് ഇഷ്ടംപോലെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്. സോ അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ, ക്രാഷ് കോഴ്സ് ഉണ്ടോ. അപ്പൊ അതിനൊരു തീരുമാനമായിരിക്കുകയാണ്, ഉണ്ട്. യെസ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യെസ്. നോക്കൂ, The 7 dash for accreditation were presented in a seminar organized by the university. നോക്കി, ഇവിടെ 7 എന്ന് വന്നു, നമ്പർ ആണ്. ഇവിടെ വെർബ് പ്ലൂരൽ ആണ്. അപ്പൊ ഇവിടെ പ്ലൂരല്, വെർബ് പ്ലൂരൽ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബ്ലാങ്കിൽ വരേണ്ട ആളും എന്തായിരിക്കണം, പ്ലൂരൽ ആയിരിക്കണ്ടേ. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ഏതൊക്കെയാ 4 ഓപ്ഷൻസ് ഉണ്ട്. ക്രൈറ്റീരിയൻ ഉണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്, ക്രൈറ്റീരിയൻസ് ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാനദണ്ഡമാണ്. റിക്വയർമെന്റ് എന്നതാണ് ഈ ക്രൈറ്റീരിയൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇത് സിംഗുലർ ആണ്. ഞാൻ ഇവിടെ മാറ്റി എഴുതാം. ക്രൈറ്റീരിയൻ ഇതെന്താണ്, സിംഗുലർ ആണ്. മാനദണ്ഡം. ഇനി മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോഴോ ക്രൈറ്റീരിയ എന്ന് ON എന്താവും, A ആയി മാറും. ഇതാണ് പ്ലൂരൽ. മാനദണ്ഡങ്ങൾ, റിക്വയർമെന്റ്, റിക്വയർമെന്റ്സ്. അപ്പം ക്രൈറ്റീരിയൻസ് എന്നൊരു വാക്കില്ല, ക്രൈറ്റീരിയാസ് എന്നൊരു വാക്കില്ല. ഇതൊക്കെ ക്രൈറ്റീരിയാസ് നമ്മൾ ഇടയ്ക്കിടെ തെറ്റിച്ച് പറയാറുണ്ട് അല്ലെ. പൂർണ്ണമായിട്ടും തെറ്റാന്ന് മനസ്സിലാക്കുക, അങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷിലില്ല. അപ്പൊ ഇവിടെ എന്ത് വരും, ക്രൈറ്റീരിയൻ സിംഗുലർ ആയിട്ട് വരില്ല, കാരണം ഇവിടെ പ്ലൂരൽ ആണ്, ഇവിടെയും പ്ലൂരൽ വരണം. അപ്പൊ ക്രൈറ്റീരിയ ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ എന്ത് വരും, ക്രൈറ്റീരിയ. അപ്പം ഈ ഒരു വാക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പൊ നമ്മൾ S ഒന്നും ചേർക്കാതെ പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡിഫറെന്റ് ON എന്താവും, A ആയി മാറും. ഇങ്ങനെ ON A ആയാൽ പ്ലൂരൽ കിട്ടുന്ന മറ്റൊരു നൗണും കൂടി ഉണ്ട്. അതാണ് ഫിനോമിനൻ, പ്രതിഭാസം അല്ലെ. പ്രതിഭാസങ്ങൾ എന്ന് പറയുമ്പോഴോ ഫിനോമിന, ON എന്തായി, A ആയി മാറി. ഫിനോമിന, പ്രതിഭാസങ്ങൾ. അപ്പൊ അത് ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു നൗൺ ആണ് കേട്ടോ, പ്രതിഭാസങ്ങൾ പ്ലൂരൽ.
യെസ്. അപ്പൊ ആ ഒരു നൗൺസിന്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കുക. The rising rate of inflation is making life very hard for poor. അപ്പൊ പണപ്പെരുപ്പം ഇങ്ങനെ ഉയർന്നു, അതിന്റെ റേറ്റ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരുടെ ജീവിതം ഭയങ്കര കഷ്ടതുല്യമാക്കുന്നു? പാവപ്പെട്ടവരുടെ. പക്ഷെ ഇവിടെ നമുക്ക് പാവപ്പെട്ടവർ എന്നർത്ഥമുള്ള നൗൺ ആണ് വേണ്ടത്, അല്ലേ? നൗൺ ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരാ? അഡ്ജക്റ്റീവ്, അല്ലെ? പൂർ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത ഏതൊരാളെയും, അല്ലെ പാവപ്പെട്ട ഏതൊരാളെയും നമുക്ക് എന്താ അഡ്ജക്റ്റീവ്, അല്ലെ? പൂർ എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് വിശേഷിപ്പിക്കാം. പക്ഷെ നമുക്ക് അഡ്ജക്റ്റീവിനെ അല്ല വേണ്ടത്, നൗണിനെയാണ്. അപ്പം ഈ അഡ്ജക്റ്റീവിനെ നൗൺ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ദാ കണ്ടില്ലേ, ഈ ദായിനെ നേരെ ഇങ്ങോട്ട് ഇട്ടാൽ മതി. കാരണം അതൊരു നിയമമാണ്. ഇംഗ്ലീഷിലെ റൂള് എഴുതിക്കോളൂ. ഒരു അഡ്ജക്റ്റീവിന് മുന്നേ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായി മാറും? അഡ്ജക്റ്റീവിന്റെ സ്വഭാവം ഉപേക്ഷിച്ച് ആരായി തീരും? ഒരു പ്ലൂറൽ നൗണായി മാറും. ആര് വരുമ്പോ? ദാ വരുമ്പോ. ഒറ്റയ്ക്ക് നിൽക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. ആരുടെ കൂട്ട് കൂടിയപ്പോഴാ സ്വഭാവം മാറാൻ തുടങ്ങിയത്? ദായുടെ കൂട്ട് കൂടിയപ്പോ സ്വഭാവം മാറി. അപ്പം അതിന്റെ നിയമം ഇത്രയേ ഉള്ളൂ. ദ പ്ലസ് അഡ്ജക്റ്റീവ്, ദ പ്ലസ് വിശേഷണം എന്തായി മാറും? പ്ലൂറൽ നൗണായി മാറും. അപ്പൊ പാവപ്പെട്ടവർ എന്നാക്കാൻ എന്ത് ചെയ്താൽ മതി? ദാ ചേർത്താൽ മതി. ദ പ്ലസ് പുവർ, പാവപ്പെട്ടവർ, അതായത് പുവർ പീപ്പിൾ എന്നർത്ഥം വരും. ദ പുവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പുവർ പീപ്പിൾ എന്നാണ് കേട്ടോ. പുവർ പീപ്പിൾ. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെ അഡ്ജക്റ്റീവ് നാമമാകുമ്പോ നമ്മൾ അവ എന്താ വിളിക്കുന്നതെന്നറിയോ? നോമിനൽ അഡ്ജക്റ്റീവ് എന്നാണ് വിളിക്കുക കേട്ടോ. നോമിനൽ അഡ്ജക്റ്റീവ്. ഓക്കെ, യെസ്. Accepting how wonderful you truly are and incorporating this dash into your attitude and personality is perhaps one of the most difficult things to do in life. അപ്പൊ നിങ്ങൾ എത്ര വണ്ടർഫുൾ ആണെന്ന് സ്വയം അംഗീകരിച്ച്, ആ സ്വയം അംഗീകരിക്കുക എന്ന് പറഞ്ഞ ആ ഒരു പ്രവൃത്തിയെ സ്വന്തം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നെന്നാണ് ആ സെന്റൻസ് പറയുന്നത്. സാധാരണ നമ്മൾ നമ്മളെ പോലും അംഗീകരിക്കാറില്ല, പിന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അംഗീകരിക്കാതെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക എന്നാണ് ഈ സെന്റൻസ് പറയുന്നത്. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്നാണ് കേട്ടോ പറയുന്നത്. നമുക്ക് നോക്കാം. യെസ്, ദിസിന് ശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം ദിസ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്, അല്ലെ? ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പം അഡ്ജക്റ്റീവിന് ശേഷം എപ്പോഴും എന്തായിരിക്കും? അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആണ് വരിക. അഡ്ജക്റ്റീവിന് ശേഷം എപ്പോഴും ആരായിരിക്കും? നൗൺ ആയിരിക്കും. അപ്പൊ ഇവിടെ വരേണ്ടത് ഒരു നൗൺ ആണ്. ഇൻസൈറ്റ് ഉണ്ട്, ക്രേസിനെസ് ഉണ്ട്, ഫോളി ഉണ്ട്, ഗ്ലിച്ച് ഉണ്ട്. സി, നമ്മളെ സ്വയം അംഗീകരിക്കുക എന്നുള്ളത് ഒരു മണ്ടത്തരമാണോ? അല്ല. ഫോളി എന്ന് പറഞ്ഞാൽ ഫുളിഷ്നെസ് എന്നാണ്. നമ്മളെ അംഗീകരിച്ച് നമ്മളല്ലാതെ പിന്നെ മറ്റാരാണ് നമ്മൾ അംഗീകരിക്കുക? അതൊരു മണ്ടത്തരം ഒന്നുമല്ല, അല്ലെ? അതാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാര്യം. ക്രൈസിനെസ് മാഡ്നെസ് ആണോ? അല്ല, മാഡ്നെസ്സും അല്ല. ഗ്ലിച്ച് എന്ന് പറഞ്ഞൊരു ഫോൾട്ട് എന്നാണ് അർത്ഥം. അതൊരു ഫോൾട്ട് ആണോ നമ്മൾ അംഗീകരിക്കുന്നതല്ല. പിന്നെ ഏതാണ്? അതൊരു ഉൾക്കാഴ്ചയാണ്, അല്ലെ? ഇൻസൈറ്റ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, കാഴ്ച, അല്ലെ? ഇൻസൈറ്റ് എന്ന് പറഞ്ഞാലോ ഉൾക്കാഴ്ച, അതായത് ഇംഗ്ലീഷ് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് എങ്ങോട്ടേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം ദിസ് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച എന്നാണ് അതിന്റെ കറക്റ്റ് മലയാളം വരിക കേട്ടോ. യെസ്. ഇപ്പൊ ഇവിടെ ഇപ്പം ഏത് വെച്ചാലും ഗ്രാമാറ്റിക്കലി ശരിയാണ്. ഗ്രാമർ പ്രകാരം ഇപ്പൊ ഗ്രേസ്നെസ് വെച്ചാലോ ഫോളി വെച്ചാലോ, കാരണം ഇതെല്ലാം നൗണാണ്. നമുക്ക് അവിടെ നൗണ് മതി. പക്ഷെ നമ്മൾ എന്തും കൂടി നോക്കണം, കോണ്ടെക്സ്റ്റും മീനിങ്ങും കൂടി കറക്റ്റ് ആയിട്ട് നോക്കണം, എന്നാലേ അടിപൊളിയാവുകയുള്ളൂ കേട്ടോ. യെസ്. സെറീന ഡാഷ് ഫ്രം ഫീവർ സിൻസ് ദ 5th of this month. അപ്പം ഈ മാസം 5-ാം തീയതി മുതൽ കേട്ടോ. ഇവിടെ നോക്കിയേ, സിൻസ് മുതൽ 5-ാം തീയതി മുതൽ അവൾ പനി പിടിച്ച് പനിയിൽ നിന്ന് പനി സഹിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്, അല്ലെ? പനിയിൽ നിന്ന് സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മുതൽ നോക്കറിയാം, ഈ സിൻസ് 4 ഇങ്ങോട്ട് ശ്രദ്ധിച്ചേടാ. സിൻസ് 4 ഇവന്മാര് രണ്ടുപേരും ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ എൻറ്റയർ സെന്റൻസ് ഒന്നെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ രണ്ട് ടെൻസുകളിലായിരിക്കണം അത് എഴുതേണ്ടത്, ഫോറും സിൻസും വന്ന.
കാരണം നമുക്കറിയാം, നോക്കിയേ, ഇങ്ങനെ ഒരു ടൈം ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് ദിസ് മന്ത് ആണെന്ന് വിചാരിക്കും, ഈ മാസമാണെന്ന് വിചാരിക്കും. അപ്പൊ ഈ മാസം ഇതാണ് 5-ാം തീയതി. ഈ 5-ാം തീയതി മുതൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ എന്താണ്, ഫീവർ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. 5-ാം തീയതി മുതൽ ഇന്ന് വരെ. അപ്പം ഭൂതകാലത്ത് നടന്ന ഒരു പ്രവർത്തനം, ഭൂതകാലത്താണ് പനി തുടങ്ങിയത്, അതിന്റെ റിസൾട്ട് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്തും എഫക്റ്റീവ് ആണെങ്കിൽ, റിസൾട്ട് അല്ല ആ ഒരു കാര്യം, റിസൾട്ട് മാത്രമല്ല അല്ലെ, ആ ഒരു പനി തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്, പനി കുറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഫീവർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്, ആക്ഷൻ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിന്റെ സ്ട്രക്ചർ എന്താ, സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീന് പ്ലസ് ING. ഇതല്ലേ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഏതാ അങ്ങനെ വരുന്നേ, സബ്ജക്റ്റ് ഉണ്ട് സെറീന, പിന്നെ നമുക്ക് ഏതാ, സെറീന സിംഗുലർ ആയതുകൊണ്ട് ഹാസ് വരിക. അപ്പൊ ഹാസ് ഉള്ളത് ഏതാ, ഹാസ് ബീൻ. കണ്ടോ, ഓപ്ഷൻ സി, ഹാസ് ബീൻ സഫറിങ്. എന്റെ കാരണം മനസ്സിലായത്, സിൻസ് വന്നുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. കാലാകാലമല്ല, കുറെ കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ശരി അല്ലെ. യെസ്, 5-ാം തീയതി മുതൽ ഈ സമയം വരെ. ഈ സഫറിങ് വരില്ല, കാരണം ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇപ്പൊ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം മുൻപേ തുടങ്ങിയിട്ടില്ല എന്ന് അങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഓക്കെ, ഈ സഫറിങ് ഉപയോഗിക്കാൻ. സഫർ സിമ്പിൾ പ്രസന്റ് ആണ്, ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതല്ലല്ലോ, അപ്പൊ അതും പറ്റില്ല. സഫേർഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, ഇപ്പം ഇല്ല എന്നൊരു അർത്ഥം വരും, അപ്പൊ അതും പറ്റില്ല, സഫേർഡ് എന്ന് പറയാൻ പറ്റില്ല. സഫേർഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നല്ലേ, ഇപ്പൊ ഇല്ല എന്നൊരു അർത്ഥം വരില്ലേ. സീമ ഹാസ് എ ഡോമിനേറ്റിംഗ് നേച്ചർ. സീമയ്ക്ക് എന്തുണ്ട്, ഒരു അധികാര മനോഭാവം ഉണ്ട് അല്ലെ, ഡോമിനേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ നിയന്ത്രണത്തിലാക്കുക. സോ ഷീ വാണ്ട്സ് ടു ഡാഷ് ഓഫ് എവറിത്തിങ്. അപ്പൊ അധികാര മനോഭാവം ഉള്ളവർ എന്ത് ചെയ്യും, ദേ കീപ് കൺട്രോൾ ഓഫ് എവറിത്തിങ് അല്ലെ. കീപ് കൺട്രോൾ ആണ് ശരി ഉത്തരം. ഇവിടെ എന്ത് വരും, കീപ് കൺട്രോൾ. എല്ലാം അവരുടെ അധീനതയിലാക്കാൻ, എല്ലാം അവരുടെ കൺട്രോളിലാക്കാനുള്ള ഒരു ത്വര ഉണ്ടാവില്ലേ, അപ്പൊ അത് സൂചിപ്പിക്കാൻ കീപ് കൺട്രോൾ ആണ്. കീപ് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യാന്നാണ്, നോട്ട് ചെയ്യാന്നാണ്. കീപ് കാം എന്ന് പറഞ്ഞ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് അല്ലെ, അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ശാന്തത സൂക്ഷിക്കുക എന്നുള്ളതാണ്. കീപ് ടച്ച് അല്ല, കീപ്പ് ഇൻ ടച്ച് എന്നാണ്. കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞാൽ എന്താ, പിടിച്ചുകൊണ്ടിരിക്കുക എന്നല്ല. കീപ്പ് ഇൻ ടച്ച് മീൻസ് ടു മെയിൻറ്റെയിൻ കോണ്ടാക്ട് എന്നാണ് കേട്ടോ. മെയിൻറ്റെയിൻ കോണ്ടാക്ട്. നമ്മൾ ഈ ലെറ്റർ ഒക്കെ എഴുതിയിട്ടല്ലേ വാട്സ്ആപ്പ് മെസ്സേജിന്റെ ഒക്കെ അവസാനം കീപ്പ് ഇൻ കോണ്ടാക്ട് എന്ന് പറയും അല്ലെ. അതിന്റെ അർത്ഥം എന്താ, കോണ്ടാക്ട് നിലനിർത്തണം എന്നാണ്. യെസ്. ഗൗതം ഡാഷ് ഓൾ ദ ഡോക്യുമെന്റ്സ് ബൈ ദ ടൈം. ബൈ ദ ടൈം എന്ന ഫ്രേസ് പോഴേക്കും എന്നാണ് കേട്ടോ, മുമ്പോഴേക്കും എന്നാണ്, മുമ്പോഴേക്കും. ബൈ ദ ടൈം ഹിസ് സീനിയർ അഡ്വക്കേറ്റ് റീച്ച്ഡ് ദ കോർട്ട്. V2 ആണ്. യെസ്, നിങ്ങൾക്ക് ഇവിടെ ഒരു സീക്വൻസ് കാണാൻ പറ്റും അല്ലെ, സീക്വൻസ് കാണാൻ പറ്റില്ലേ. അപ്പം ഒരുപക്ഷെ ഇത് അർത്ഥമാക്കിയത് ഇങ്ങനെയാണ്, അവന്റെ സീനിയർ അഡ്വക്കേറ്റ് കോടതിയിൽ എത്തിയതിന് മുന്നേ ഗൗതം എന്ത് ചെയ്തിരുന്നു, ഗൗതം എക്സാമിൻ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം എക്സാമിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡോക്യുമെന്റ്സ് അവനാൽ എക്സാമിൻ ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് കാണിക്കേണ്ടത് അല്ലെ. യെസ്, അപ്പൊ ഫസ്റ്റ് ആക്ഷൻ ഏതാ, എക്സാമിൻ ചെയ്യുന്നതാണ് അല്ലെ, എക്സാമിൻ ചെയ്യുന്നതാണ്. സെക്കൻഡ് ആണെന്ത്, അഡ്വക്കേറ്റ് അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ ഈ എക്സാമിനേഷൻ ആണ്, എക്സാം ആണ്, എക്സാമിൻ ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് എന്ത്, സീനിയർ അഡ്വക്കേറ്റ് വരുന്നത്. അപ്പൊ നമുക്കറിയാം, ഭൂതകാലത്ത് നടന്ന രണ്ട് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഈ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്ന ഫോർമാറ്റിൽ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത്. അതായത് ഭൂതകാലത്തിൽ, പാസ്റ്റിൽ ഒരു പ്രവർത്തനം നടന്നു. ശ്രദ്ധിക്കണേ, പാസ്റ്റില് ഒരു പ്രവർത്തനം നടന്നു, അതിനു മുന്നേ ഓൾറെഡി മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, അതായത് കുറച്ചും കൂടി പഴക്കമുള്ള ഒരു കാര്യം,
നേരത്തെ നടന്നൊരു കാര്യം പറയുമ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസി പറയണം. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. രണ്ടാമത്തെ കാര്യം നിങ്ങൾ സബ്ജക്റ്റ് പ്ലസ് V2 പറഞ്ഞാൽ മതി. രണ്ടാമത്തെ കാര്യം പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ഏത് വരും? ഹാഡ് വന്നിരിക്കുന്നത് ഈസ് എക്സാമിനിങ് വരില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. വിൽ ബി എക്സാമിനിങ് എന്ന് പറഞ്ഞത് ഫ്യൂച്ചറിലേക്ക് പോയി. കാരണം വില്ലുള്ള എല്ലാ ടെൻസുകളും ഫ്യൂച്ചർ ആണ്. ഇത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. നാളെ ഏതോ ഒരു പോയിന്റിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമില്ല. അപ്പൊ ഇത് പറ്റില്ല. എക്സാമിൻസ് സിമ്പിൾ പ്രസന്റ് ആണ്, അതും പറ്റില്ല. പിന്നെ ഏതാണ്? ഹാഡ് എക്സാമിൻഡ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. ഗൗതം ഹാഡ് എക്സാമിൻഡ് എന്നാണ് വരിക. ഓക്കെ, ക്ലിയർ? അടുത്തത്, ഈച്ച് വൺ ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ ആനുവൽ ഫംഗ്ഷൻ ഡാഷ് ആൻഡ് അപ്ലോസ്. അപ്പൊ പാർട്ടിസിപ്പൻസ് ആരാണ്? പ്ലൂരൽ ആണ് അല്ലെ? പ്ലൂരൽ നൗൺ ആണ്. അപ്പൊ എല്ലാരും ചിന്തിക്കും എന്താണ്? പാർട്ടിസിപ്പൻസ് ഒരുപാട് പേരുണ്ടാവില്ലേ? പ്ലൂരൽ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും പ്ലൂരൽ വെർബ് അല്ലേ ഉപയോഗിക്കണ്ടേ എന്ന് പറഞ്ഞ് അവനെയും പൊക്കിപ്പിടിച്ച് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ബട്ട് നോക്കിക്കേ, പാർട്ടിസിപ്പൻസ് എന്ന് മാത്രമായിരുന്നെങ്കിൽ ഓക്കെ, നിങ്ങൾ പ്ലൂരൽ വെർബ് എടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇതെങ്ങനെയാ തുടങ്ങുന്നത്? ഈച്ച് വൺ ഓഫ് ദ എന്നാണ്. അപ്പം ഈച്ച് നമുക്കറിയാം സിംഗുലർ ആണ്. അപ്പം ഈച്ച് ഓഫ് ദ പ്ലസ് പ്ലൂരൽ നൗൺ. ഈച്ച് ഓഫ് ഉണ്ട്, പ്ലൂരൽ നൗൺ വന്നിട്ടുണ്ട്. ശേഷം ഉപയോഗിക്കേണ്ട വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സംഗതി ഈച്ച് ഓഫിലാണ് തുടങ്ങുന്നതെങ്കിൽ, ഒരു സെന്റൻസ് ഈച്ച് ഓഫിലാണ് തുടങ്ങുന്നതെങ്കിൽ നിഷ്പ്രയാസം കണ്ണു പൂട്ടി, പ്രത്യേകിച്ച് ടെൻഷനോ അല്ലെങ്കിൽ എന്താണ് കൺഫ്യൂഷനോ ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? സിംഗുലർ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ നിയമം കേട്ടോ. അപ്പം ഈച്ച് ഓഫ് വന്നു, പ്ലൂരൽ നൗൺ വന്നു. അപ്പൊ ആരാണ് വരിക? സിംഗുലർ. ഡിസേർവ് ചെയ്യുക. സിംഗുലർ എന്ന് പറഞ്ഞാൽ V1 പ്ലസ് ES ഓർ S ചേരുന്നതല്ലേ ഈ സിംഗുലർ ഫോം എന്ന് പറയുന്നത് ക്രിയയുടെ, അല്ലെ? V1നോട് എസും എസും ചേർന്ന V1 ഡിസേർവ് ആണ്. അപ്പൊ V1 തന്നെ പറ്റില്ല, പ്ലൂരൽ ആണ്. ഈസ് ഡിസേർവിംഗ് പറയില്ല, ഹാവ് ഡിസേർവ്ഡ് പറയില്ല. ഹാവ് കാരണം എന്താണ്? ഇപ്പൊ എന്തുവരും? ഡിസേർവ്സ് എന്നാണ് കേട്ടോ. ഡിസേർവ്സ്. Yes. If I go to Bangalore, I dash with my nephew. ഇപ്പൊ ഇതൊരു കണ്ടീഷനാണ്. If I go to Bangalore, പോയാൽ. നോക്കിയേ, if പ്ലസ് സബ്ജക്ട് പ്ലസ് V1 ആണ് അല്ലെ? അപ്പൊ നമ്മളിത് ഫ്യൂച്ചർ പോസിബിലിറ്റി ആണ് അല്ലെ? പോയാൽ ഫ്യൂച്ചർ പോസിബിലിറ്റി. ഫ്യൂച്ചർ പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുമ്പോൾ, ഇഫ് ക്ലോസ് എങ്ങനെയാണ്? ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് പറയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് സബ്ജക്ട് പ്ലസ് വില്ല് പ്ലസ് V1 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? സ്റ്റേ വരില്ല, കാരണം വില്ലില്ല. ഫ്യൂച്ചർ പോസിബിലിറ്റി പറയാൻ നിങ്ങൾ ഈഫ് ക്ലോസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഈഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക, അതായത് സബ്ജക്ട് പ്ലസ് V1. ശേഷമായി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട്, റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് സബ്ജക്ട് പ്ലസ് വില്ല് പ്ലസ് V1. അപ്പൊ ഇവിടെ എന്ത് വരും? ഞാൻ എന്റെ നെഫ്യൂവിന്റെ കൂടെ താമസിക്കും എന്നാണ് പറയേണ്ടത്. പോയാൽ സംഭവിക്കും. സംഭവിക്കുന്ന പറയും വിൽ സ്റ്റേ ആണ് കേട്ടോ. വിൽ സ്റ്റേ. ഹാവ് സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആയി, സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആയി. കേവലം സ്റ്റേ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് മാത്രമാണ്, അതവിടെ ചേരില്ല. ഓക്കെ. Ours is dash house of all the houses in our area. അപ്പൊ നമ്മുടെ വീടാണെന്ത്? ഈ ഏരിയാസിൽ ഏറ്റവും വലുതെന്നാണ്, ബിഗ് എന്നാണ് അവിടെ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അല്ലെ? ഒരുപാട് ഹൗസസ് ഉണ്ട്. സെവറൽ. ഒരുപാട് ഹൗസസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം നോക്കി, ഇത് നിറച്ച് ഹൗസസ് ആണെന്ന് വിചാരിക്കും. അതിൽ ഒരെണ്ണമാണെന്ത്? വലുതെന്ന് പറയുന്നത് മറ്റതിനേക്കാൾ അല്ലെ? വലുത്. ഇപ്പൊ ഒരുപാട് എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോ എന്താ യൂസ് ചെയ്യേണ്ടത്? മോർ ബിഗർ പറ്റുമോ? മോർ ബിഗർ. ഇതും കമ്പാരിറ്റീവ് ആണ്, ഇതും കമ്പാരിറ്റീവ് ആണ്. അപ്പൊ എന്ത് വന്നു? ഡബിൾ കമ്പാരിറ്റീവ് വന്നു.
ഈ ബിഗിന് ഓൾറെഡി ഒരു കമ്പാരിറ്റീവ് ഫോം ഉണ്ടല്ലോ. ഏതാണ്? ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്. ഇങ്ങനെയാണ് അതിന്റെ ഫോംസ് വരുന്നത്. അപ്പം ഈ ബിഗറിന് ഓൾറെഡി കമ്പാരിറ്റീവ് ഉണ്ട്. ഇത് നമ്മൾ ഇതിനെ പോസിറ്റീവ് എന്ന് വിളിക്കും, കമ്പാരിറ്റീവ് എന്ന് വിളിക്കും, ഇതിനെ സൂപ്പർലേറ്റീവ് എന്ന് വിളിക്കും. ഇതിന്റെ കമ്പാരിറ്റീവ് ഓൾറെഡി ഉണ്ട്. പിന്നെ വീണ്ടും ഒരു മോർ ചേർക്കുന്ന ഡബിൾ കമ്പാരിറ്റീവ്സ് ഉണ്ടാവും. ഒരിക്കലും ഒരു സെന്റൻസിൽ ഡബിൾ കമ്പാരിറ്റീവ്സ് അനുവദിക്കാൻ പറ്റില്ല. ഇനി മോസ്റ്റ് ബിഗസ്റ്റ്. ബിഗസ്റ്റ് ഓൾറെഡി ഇതിന്റെ സൂപ്പർലേറ്റീവ് ഫോം ആണ്. പിന്നെ വീണ്ടും ഒരു മോസ്റ്റ് ഒരു ഭംഗിക്ക് ചേർക്കണോ? വേണ്ട. ഇവിടെയും ഡബിൾ സൂപ്പർലേറ്റീവ് ആയി. ഡബിൾ സൂപ്പർലേറ്റീവ് ആയി പാടില്ല. ദ ബിഗർ എന്ന് പറയണ്ട. കാരണം ദ പ്ലസ് കമ്പാരിറ്റീവ് ഫോം എപ്പോഴും ഉപയോഗിക്കുന്നത് വെച്ചാൽ രണ്ടിൽ ഒന്നെന്ന് കാണിക്കാനാണ്. രണ്ടിൽ ഒന്നെന്ന് കാണിക്കാനാണ്. ഇപ്പൊ ഇവർ രണ്ട് വീടല്ലല്ലോ, ഒരുപാട് വീടുകളില്ലേ. അപ്പൊ അത് പറ്റില്ല. പിന്നെ ഏതാണ്? ദ ബിഗസ്റ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബിഗസ്റ്റ് വരും കേട്ടോ, ഏറ്റവും മികച്ചത്. ബിഗർ വരാത്തതിന്റെ കാരണം രണ്ടെണ്ണത്തെ പരസ്പരം കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ത് ബിഗർ യൂസ് ചെയ്യേണ്ടത്. രണ്ടിൽ ഏതെങ്കിലും എന്ന് പറയുമ്പോഴാണ് ദ ബിഗർ എന്നൊക്കെ പറയേണ്ടത്. ഒരുപാട് എണ്ണത്തിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ ബിഗസ്റ്റ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സൂപ്പർലേറ്റീവ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. I can't fit this teddy bear in my almirah. It is so ഫിറ്റ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അൽമിരക്കകത്ത് കയറ്റി വെക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം? ജുഡീഷ്യസ് എന്ന് പറഞ്ഞ വൈസ് എന്നാണ്. ഒരു ടെഡി ബെയർ വയസ്സാവുമോ? അത് ജീവനുള്ള മനുഷ്യന്മാരുടെ ക്വാളിറ്റി അല്ലേ. ടെഡി ബെയർ എങ്ങനെ വയസ്സാകുന്നേ? ലിബറൽ എന്ന് പറഞ്ഞ ഓപ്പൺ മൈൻഡഡ് എന്നാണ്. അതിന് സംസാരശേഷിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് രണ്ടും മനുഷ്യന്മാർക്ക് ഉപയോഗിക്കുന്നതാണ്. പെറ്റീറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നാണ്. പെറ്റീറ്റിന്റെ അർത്ഥം എന്താണ്? സ്മോൾ. സ്മോൾ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരില്ലായിരുന്നു അല്ലേ. പ്രശ്നം വലുതായിരുന്നുണ്ട്. ജൈഗാൻഡിക് ആണ് കേട്ടോ. ജൈഗാൻഡിക്, ഹ്യൂജ്, എനോർമസ് എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. ഹ്യൂജ്, എനോർമസ്, ജൈഗാൻഡിക് ടെഡി ബെയർ ആണ്. അതുകൊണ്ട് അൽമിറയെ പോലും കൊള്ളുന്നില്ല. ഓക്കെ, യെസ്. ദ സിറ്റുവേഷൻ ടേൺഡ് അഗ്ലി. ബട്ട് സിറ്റുവേഷൻ ഭയങ്കര മോശമായി മാറി. അഗ്ലി മീൻസ് ബാഡ്. എപ്പോ? ആസ് മീൻസ് കാരണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആസ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ദ ക്രൗഡ് ഡാഷ് ടു റയറ്റ്. റയറ്റ് മീൻസ് ടു ഫൈറ്റ് എന്നാണ് കേട്ടോ. അപ്പൊ സിറ്റുവേഷൻ എന്താ മോശം? കാരണം എന്താ? ആൾക്കാർ എന്ത് ചെയ്യും? പരസ്പരം കലഹിക്കാനും അടിയുണ്ടാക്കാനും തുടങ്ങി. ഇവിടെ ടേൺഡ് V2 ആണ് അല്ലെ. അതായത് സിറ്റുവേഷൻ മാറി എന്നുള്ളതാണ്. എങ്ങനെ? അപ്പൊ തുടങ്ങിന്ന് കാണിക്കട്ടെ. പാസ്റ്റ് ആയതുകൊണ്ട് ബിഗിനിങ് പറ്റില്ല, കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമല്ല. ബിഗൺ പറ്റില്ല, കാരണം അത് V3 ആണ്. V3 വരണമെങ്കിൽ ഒന്നെങ്കിൽ ഹാസോ അല്ലെങ്കിൽ ഹാവോ അല്ലെങ്കിൽ ഹാഡോ ഉണ്ടെങ്കിൽ മാത്രമേ അവസാനം V3. അല്ലാണ്ട് എന്താണ് പറയുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് V3 ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, ബിഗിൻസ്. പിന്നെ ഏതാണുള്ളത്? ബിഗാൻ. ഇതാണ് V2. അപ്പൊ ഇവിടെ V2 വന്നാൽ ഇവിടെയും V2 വരേണ്ടത് കൊണ്ട് ബിഗാൻ, ബിഗിൻ, V1, V2, ബിഗാൻ. V3 ആണെന്ത്? ബിഗൺ. ഓക്കെ, അപ്പൊ ക്രിയയുടെ 3 രൂപങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. അതൊക്കെ ആവശ്യമാണ് കേട്ടോ. എന്തിനാ? ടെൻസ് പഠിക്കാൻ. ഇംഗ്ലീഷിന്റെ കോർ എന്ന് പറയുന്നത് തന്നെ ടെൻസ് ആണ്. അതറിയണമെങ്കിൽ ഇത് മനസ്സിലാക്കണം കേട്ടോ. സി, മൈ എംപ്ലോയേഴ്സ് ഡാഷ് മൈ സാലറി ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം എന്റെ എംപ്ലോയീസ് എന്തോ ചെയ്തു എന്നാണ്. എന്റെ സാലറി ഉയർത്തി എന്നാണ്. ഇപ്പൊ ഇവിടെ 4 കൂട്ടം ഒരേപോലെ ഇരിക്കുന്ന, അല്ലെ, ഒരു അമ്മ പറ്റ മക്കളെ പോലുള്ള ഒരു 4 ഓപ്ഷൻസ് ഉണ്ട്. ഉയർത്തി, എംപ്ലോയേഴ്സ് ഉയർത്തുന്നതാണ്, അല്ലാണ്ട് തന്നെ എന്റെ സാലറി ഉയരുന്നതല്ല. 2 തരം വർബുകളാണ്. ഒന്ന് റൈസ്, റോസ്, റിസൻ. ഇതിന്റെ അർത്ഥം ടു ഗോ അപ്പ് എന്നാണ്. ടു ഗോ അപ്പ് എന്നാണ്. തന്നെ മുകളിലേക്ക് ഉയരുന്നതിന്റെ വർബാണ് എന്ത്? റൈസ്, റോസ്, റിസൻ. അടുത്തത് വേറൊന്നുണ്ട്, റേസ്. റേസ്ഡ്. V3 എന്താ? റേസ്ഡ്. ഇതിന്റെ അർത്ഥം ടു ലിഫ്റ്റ് സംതിങ് എന്നാണ്. ഒന്ന് ഉയരുക, തന്നെ ഉയരുക എന്നാണെങ്കിൽ മറ്റൊന്ന് ഉയർത്തുക എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ വരിക? ഏതാ കറക്റ്റ് ഓപ്ഷൻ? റൈസ് പറ്റുമോ?
ഇല്ല, തന്നെ ഉയരുന്നതിനെയാണ് എന്ത് പറയും? ഇപ്പം സൂര്യൻ ഉദിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? റൈസ് ആണ് നമ്മൾ, അല്ലെ? സൺ റൈസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. റോസ് അതിന്റെ പാസ്റ്റ് ആണ്, V2. അപ്പൊ അതും പറ്റില്ല. റൈസ് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല, കാരണം അത് പ്രസന്റ് ആണ്, V1 ആണ്. കാരണം ഇവിടെ ലാസ്റ്റ് ഇയർ കൃത്യമായിട്ട് ഇത് പാസ്റ്റ് ആണ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ റേസിന് ഏതാ? V2 അല്ലേ യൂസ് ചെയ്യേണ്ടത്? റേസ്ഡ്. അപ്പൊ ഏതാ? റേസ്ഡ് ആണ് വരിക. ഓക്കെ, ഇപ്പൊ രണ്ട് ഓപ്ഷനാണ് നമുക്ക് പരിഗണിക്കാവുന്നത്, റേസും റേസ്ഡും. അതിൽ തന്നെ റേസ് പോവില്ല, കാരണം ലാസ്റ്റ് ഇയർ സ്പെസിഫിക്കലി പറയുന്നുണ്ട് പാസ്റ്റ് ആണ്, പാസ്റ്റ് ആയി. അപ്പൊ പിന്നെ റേസ്ഡ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. കേട്ടോ? ഓക്കെ. Poverty was staring her dash the face. അപ്പൊ ഈ ഫേസിൽ നോക്കി എന്ന് പറയുമ്പം ഓണ് മനസ്സിൽ വരുന്നുണ്ടാവും, തെറ്റാണ്. സ്റ്റെയറിന്റെ കൂടെ എപ്പോഴും മറ്റല്ലേ പോവുക, അപ്പൊ മറ്റെന്ന് പറയുന്നുണ്ടാവും. ടു ഒരിക്കലും വരില്ലല്ലോ, പിന്നെ ആരേ ഉള്ളൂ? ഇന്നാണ്. അതിന്റെ കാരണം എന്താ വെച്ചാല് ഇതൊരു ഇഡിയമാണ്, ഇതൊരു ശൈലിയാണ്. സ്റ്റെയർ ഇൻ സംവൺസ് ഫേസ് എന്ന് പറഞ്ഞ അൺഅവോയ്ഡബിൾ എന്നാണ് അതിന്റെ അർത്ഥം. അൺഅവോയ്ഡബിൾ, ഒഴിവാക്കാനാകാത്ത. ഇപ്പം ദാരിദ്ര്യം അവളെ തുറിച്ചു നോക്കി എന്നല്ല പറയുന്നത്. ദാരിദ്ര്യത്തിന്റെ കണ്ണുണ്ടോ തുറിച്ചു നോക്കാൻ? ഇല്ല. അതൊരു ഒരു കവി ഭാഷയാണ്, അല്ലെ? എന്താണ് പറയാ, പോയറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്. അതായത് ദാരിദ്ര്യം അവളെ സംബന്ധിച്ച് ഒരു ഒഴിവാക്കാനാകാത്ത ഒരു ഫാക്ടറായി മാറി എന്നുള്ളതാണ് അവളെ തുറിച്ചു നോക്കി എന്ന് പറയുന്നത്, കേട്ടോ. ഷീ ഹാസ് ഇൻഹെറിറ്റഡ് ഹർ ഫോൺനെസ്. ഫോൺനെസ് മീൻസ് ഇഷ്ടം. എന്തിനോടുള്ള ഇഷ്ടം? ടെന്നീസിനോടുള്ള ഇഷ്ടം. ആരിൽ നിന്ന്? പാരന്റ്സിൽ നിന്ന്. അപ്പൊ ഒന്നിനോടുള്ള ഇഷ്ടം എന്ന് പറയുമ്പം ഓഫ് അല്ല. ടെന്നീസിന്റെ ഇഷ്ടം എന്നായിരുന്നെങ്കിൽ ഓഫ് കൊടുക്കായിരുന്നു. എബൌട്ട് അല്ല, വിത്ത് അല്ല. വിത്തിന്റെ അർത്ഥമൊക്കെ കമ്പനി, കൂടെ എന്നൊക്കെയാണ്. ഏതാണ്? ഫോർ. ഫോൺനെസ് ഫോർ, ഒന്നിനോട് താല്പര്യം ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ ഫോൺനെസ് ഫോർ. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഡീപ്പ് ഫോൺനെസ് ഫോർ ടീച്ചിങ്. എനിക്ക് പഠിപ്പിക്കുന്നതിനോട് അഗാധമായിട്ടുള്ള താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ താല്പര്യം എന്താണോ അത് നിങ്ങൾക്ക് പറയാം, കേട്ടോ, ഫോൺനെസ് ഫോർ ഉപയോഗിച്ച്. അടുത്ത നോക്കിയാൽ, ദ ടെററിസ്റ്റ് വെയർ ആംഡ് ഡാഷ് മെഷീൻ ഗൺസ്. ആംഡ് വിത്ത് എന്നാണ് പറയാ, കേട്ടോ. ആംഡ് വിത്ത്. ഇപ്പം ബൈ അല്ല, ഓഫ് അല്ല, ഫോർ അല്ല, വിത്ത് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ ഇതിനെ മറ്റൊരു ഇതിലും കൂടി പറയാം, എക്യുപ്ഡ് വിത്ത് എന്നും കൂടി പറയും, കേട്ടോ. എക്യുപ്ഡ് വിത്ത് സംതിങ് എന്നും പറയാറുണ്ട്. ഓക്കെ, വേണമെങ്കിൽ they were equipped with machine guns എന്ന് പറഞ്ഞാലും തെറ്റില്ല, അർത്ഥ വ്യത്യാസമൊന്നും വരുന്നില്ല. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. നമ്മൾ ഒരു 10-18ഓളം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെ? 10-18ഓളം കുഴികൾ നമ്മൾ അടച്ചു. അപ്പൊ അതിനകത്ത് പുതിയതായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതൊന്നും തള്ളിക്കളയരുത്, മറന്നു കളയരുത്. ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഏതെങ്കിലും ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ എക്സ്പ്ലനേഷനോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മടിക്കരുത്. ഫീൽ ഫ്രീ ടു എക്സ്പ്രസ്. ഓക്കെ, സോ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.